ചെറിയ ഇതുവരെ എണീറ്റില്ലേ? എങ്ങനെ എണീക്കാനാ? രാത്രി മുഴുവൻ എവിടെയെങ്കിലും കറങ്ങി നടക്കും. വെളുക്കാറാവുമ്പോഴാ വന്ന് കിടക്കുന്നത്. ചെറി, എടാ ചെറി, ഡാ എണീക്കടാ. എന്താ അമ്മ? കാപ്പി ഇവിടെ വെച്ചിട്ടുണ്ട്, എണീറ്റ് റെഡിയാവ്. ഇപ്പൊ തന്നെ ഒരുപാട് വൈകി. ഡാ എണീക്കടാ. ആന്റി, എന്താടി? കോളേജ് ബസ് മിസ്സായി ആന്റി. ചെറിയോട് ഒന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ട് മമ്മി നിമി, പറഞ്ഞു. വേറെ എന്തൊക്കെ പറഞ്ഞു നിന്റെ മമ്മി? കൊറേ കാര്യങ്ങൾ പറഞ്ഞു. ആ പറ കേക്കട്ടെ. ചെറു ചോദിക്കുന്നതൊക്കെ നാണിക്കാതെ കൊടുക്കണമെന്ന് പറഞ്ഞു. ആഹാ, ബൈക്കിന്റെ പിന്നിലിരിക്കുമ്പോ സ്പീഡ് ബ്രേക്കറിൽ കേറിയ നിന്നെ ഇറുക്കി കെട്ടിപ്പിടിക്കണമെന്ന് ആഹാ. പറഞ്ഞു. എന്നിട്ട് എനിക്ക് നാണാവാ. അയ്യോടാ, നിന്റെ മമ്മിയുടെ പ്ലാനിങ്ങിൽ ലോക്കൽ നമ്പർ ഒന്നും ഇവിടെ ചെലവായില്ല മോളെ. ഇത് ചെറിയ ചെല്ലു ചെറി, ചെല്ലു. ഡി സരസു, എന്താണ് ഇത്ര കാര്യമായിട്ട് വായിക്കുന്നത്? ഒന്നുമില്ല ചെറി, ഒന്ന് ഇംഗ്ലീഷ് വായിക്കാൻ നോക്കിയതാ. ഈ ബ്രൂട്ടൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം ചെറി? ഈ നിഷ്ഠൂരം എന്ന് കേട്ടിട്ടില്ലേ? തെളിച്ചു പറഞ്ഞു തന്നൂടെ? നിന്നെ ഇംഗ്ലീഷ് മാത്രമല്ല മലയാളം പഠിപ്പിക്കേണ്ടി വരും. കാലത്ത് പേപ്പർ തുറന്ന ഇതേ ഉള്ളൂ. എന്നിട്ട് പടി. അമ്മേ കഴിക്കാടുത്ത് നോക്കിയേ. ഓ ലേറ്റ് ആയി. ഡാ മനുഷ്യനെ ഇങ്ങനെ പെടാപ്പാട് പെടുത്താതെ രാവിലെ നിനക്കൊന്ന് എഴുന്നേറ്റ് റെഡി ആയിക്കൂടെ? നിന്റെ അമ്മാവനല്ലേ സിഇഒ? ഒരു ഫോൺ ചെയ്ത് ഓഫീസിൽ വരാൻ 1 മണിക്കൂർ ലേറ്റ് ആവുമെന്ന് പറ. അമ്മാനെ തന്നെ ഞാൻ ട്രൈ ചെയ്യുന്നത്. ഫോൺ എടുക്കുന്നില്ല. കൊണ്ടുപോകാൻ മറന്നു കാണൂ. നിന്റെ അമ്മാവൻ ഇതുവരെ താഴത്തേക്ക് വന്നിട്ടില്ല. വന്നില്ലേ അമ്മാവാ? ആഹാ, ഇതെന്താ അമ്മാവാ പൊതച്ചു മൂടിയിരിക്കുന്നത്? പനിക്കുന്നുണ്ടോ? പേടിച്ചിരിക്കടാ. ഓഫീസിൽ നിന്ന് വിളിച്ചാൽ നാട്ടിൽ പോയെന്ന് പറ, അല്ലെങ്കിൽ എന്റെ ശവടം കഴിഞ്ഞെന്ന് പറ. ആന്തിനാ അമ്മാവാ നുണ പറയുന്നതിന് ഒരു പരിധിയില്ലേ? സത്യം എന്താന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്താ കാര്യം എന്നോട് പറ. കമ്പനി കാറിൽ ഞാൻ അടിച്ചു പൊളിച്ച് ഓഫീസിലേക്ക് പോവുകയായിരുന്നു. അന്നേരം എനിക്കൊരു ഫോൺ വന്നു. ഹലോ, മാരേജ് ബ്യൂറോയിൽ നിന്ന് അയച്ചെന്ന് നിങ്ങളുടെ ഫോട്ടോ എന്റെ പെങ്ങൾക്ക് ഇഷ്ടമായി. നിങ്ങൾ വന്ന് പെണ്ണിനെ ഒന്ന് കാണുക. ഇഷ്ടമായി നമുക്ക് മറ്റു കാര്യങ്ങൾ സംസാരിക്കാം. ആയിക്കോട്ടെ, ഓക്കെ. പെണ്ണ് കിട്ടാതെ ജീവിതം എടുത്തിരുന്ന എനിക്ക് അപ്പൊ വന്ന ഫോൺ കോള് ഗ്രഹണി പിടിച്ച പിള്ളേർക്ക് ചക്കക്കൂട്ടം കിട്ടിയ പോലെ ആയിരുന്നു. ലൈഫ് കോഞ്ഞാട്ടയാകാതിരിക്കാൻ ഞാൻ വണ്ടി വെട്ടിത്തിരിച്ച് ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയി. ആ വായി കിടക്കുന്ന മുറുക്കാനും തുപ്പിക്കലടാ. ആ കത്തിയൊക്കെ ഒന്ന് മാറ്റി വെക്കേ. നമ്മുടെ രീതികളും പെരുമാറ്റങ്ങളും ഒന്ന് മാറ്റണം. നമ്മൾ റൗഡികളാണെന്ന് അറിയാൻ പാടില്ല. ചെറുക്കൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാ. നമ്മളും സോഫ്റ്റായി പെരുമാറണം. മനസ്സിലായടാ? ഈ ഫോട്ടോയിൽ കാണാൻ എന്ത് രസാ. ദുൽഖർ സൽമാനെ പോലുണ്ട്. ഫോട്ടോയിൽ ഇത്ര സുന്ദരനാണെങ്കിൽ നേരിട്ട് കാണാൻ എന്ത് ഭംഗിയായിരിക്കും. സഹിക്കുന്നതിന്റെ മാക്സിമം. പെണ്ണിന് ഇത്ര അഹങ്കാരം പാടില്ല. ഓടി ഇവിടെ.